Hello, hi, welcome back to the video lecture for the paper Race with Words for the topic Networkers and Mystery Mongers Sense and Nonsense at the Edge of Science by Carl Sagan. So, we discussed about Alexander of Copernicus and how the oracle mongers cheat the people, even if it is the past time, even if it is in the present time, how they actually cheat the people with different techniques. And now the oracle mongers actually they seek some help from science. They actually cheat the people with the help of science, with the supporting of science. They utilize science for that. They exploit the scientific truths. So in this video lecture we are looking to the remaining areas of that particular portion. Okay. In the past 100 years, science has emerged as the primary means of penetrating the secrets of the universe. കഴിഞ്ഞ 100 വർഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സയൻസ് പ്രപഞ്ചത്തിൻ്റെ പല സത്യങ്ങളിലോട്ടും ഇറങ്ങി ചെല്ലാനുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉപാധിയായിട്ട് സയൻസ് മാറി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് അതിൽ വന്നിട്ടുണ്ട്. സോ ദ പ്രസൻറ്റ് ബാംബസിൽസ് വിൽ ഹാവ് എ സയൻറ്റിഫിക് റിംഗ്. അതുകൊണ്ട് തന്നെ ഈ പ്രസൻറ്റ് ബാംബസിൽസ് ഈ സമയത്ത് നടക്കുന്ന തട്ടിപ്പുകൾ, ഈ സമയത്ത് നടക്കുന്ന പ്രസൻ്റായിട്ട് നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇങ്ങനെയുള്ള ആളുകളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികൾ, അതിനെല്ലാം ഇപ്പോൾ ഒരു സയൻറ്റിഫിക് റിംഗ് ഉണ്ട്, ഒരു സയൻറ്റിഫിക് ചോ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അവർ സയൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം സയൻസ് വളർന്നു കഴിഞ്ഞു. അപ്പോൾ സയൻസിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാകുമ്പോൾ, സയൻസിനെ കൂടി കൂട്ടുപിടിക്കുമ്പോൾ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ ആളുകളെ പറ്റിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാൾ സഗൻ പറയുന്നത്. Within the last century, many claims have been made at the urge or part of science with excited popular interest. ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ആയിട്ട് ഒരുപാട് അവകാശവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം സയൻസിൻ്റെ ഓരത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത്. സയൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവകാശവാദങ്ങൾ ഇങ്ങനെയുള്ള ചീറ്റേഴ്സ് പറഞ്ഞുണ്ടാക്കുന്നത്. അവർ അതിൽ കാണുന്നൊരു കാര്യം പോപ്പുലർ ഇൻട്രസ്റ്റ് ആണ്. സയൻസിനെ കൂട്ടുപിടിച്ച് പറയുന്ന സമയത്ത് കൂടുതൽ ആളുകൾ അതിനെ വിശ്വസിക്കുന്നു, കൂടുതൽ ആളുകൾ അതിലോട്ട് ആകർഷിതരായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ സെഡ് വി ഹാവ് ലോസ്റ്റ് untapped powers. Unseen forces are about to save us from ourselves. There is a still unacknowledged pattern and harmony to the universe, etc. അപ്പോൾ ആളുകൾ പറയുന്നത് എന്താ, ഇവിടെ ഒരു ഉദാഹരണമായിട്ട് കാൾ സഗൻ പറയുന്നത്, ചില ആളുകൾ പറയും നമുക്ക് അൺടാപ്ഡ് പവേഴ്സ്, നമുക്ക് ഒരിക്കലും അവസാനിക്കാത്ത, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തികളുണ്ട്. അൺസീൻ ഫോഴ്സസ് ആർ അബൌട്ട് ടു സേവ് അസ് ഫ്രം അവർ സെൽസ്. നമ്മളെ കാണാത്ത, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശക്തികൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സന്നദ്ധമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നു, ആൾദൈവങ്ങൾ പറയുന്നു, ഒറാക്കിൾ മോങ്കേഴ്സ് പറയുന്നു. ഓക്കെ, ഈ ഒരു പ്രപഞ്ചത്തിനൊരു ഹാർമണിയുണ്ട്, ഒരു ഒരുമയുണ്ട്, ഒരു ഐക്യമുണ്ട്. അതിലൂടെ നമ്മുടെ പവർ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും, നമുക്ക് പേടിക്കേണ്ടതില്ല, നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സയൻസിനെ കൂട്ടുപിടിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സയൻസ് ഡസ് സംടൈംസ് മേക്ക് സച്ച് ക്ലെയിംസ്. അപ്പോൾ സയൻസ് എന്നുള്ള ആ ഒരു ശാസ്ത്രശാഖയും ചില സമയത്ത് ചില ക്ലെയിംസ്, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ദ റിയലൈസേഷൻ ദാറ്റ് ദ hereditary information we pass from generation to generation is encoded in a single long molecule called DNA. അപ്പോൾ സയൻസ് പറയുന്നത് DNA എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ഓക്കെ, സോ DNAയിലൂടെ നമ്മളുടെ ഒരു തലമുറയിൽ നിന്ന് മറ്റുള്ള തലമുറയിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്യുന്നുള്ളതാണ്. ഇൻ ദ ഡിസ്കവറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, അതുപോലെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ. മറ്റൊരു കാര്യം, DNA കഴിഞ്ഞാൽ മറ്റൊരു കാര്യം സയൻസ് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷനാണ്. ഈ ഗ്രാവിറ്റേഷൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അത് കണ്ടെത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള സത്യങ്ങളൊക്കെയാണ്. ഇൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, ഈ ഭ്രമണ പദങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമി കറങ്ങുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇൻ ദ ടാപ്പിംഗ് ഓഫ് എൻ ന്യൂക്ലിയർ എനർജി ഇൻ സെർച്ച് ഓഫ് ദ ഒറിജിൻ ഓഫ് ദ ലൈഫ് ഓർ ദ ഏർലി ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ്. ഈ ഭൂമിയുടെ തുടക്കം എന്താ, പ്രപഞ്ചത്തിൻ്റെ തുടക്കം എന്താ, ഇതെല്ലാം തേടി മനുഷ്യൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ സയൻസ് ഒരുപാട് കാര്യങ്ങൾ അതിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സയൻസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അവരുടെ ഒരു പോയിൻറ്റ്സ് ആയിട്ട്, അവരുടെ അവകാശവാദങ്ങളായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്.
പക്ഷേ ഈ ഒറാക്കിൾ മോങ്കേഴ്സ് മറ്റുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, DNA കാര്യമൊക്കെ നമുക്കറിയാം. ഒരു തലമുറയിൽ നിന്ന് മറ്റുള്ള തലമുറയിലോട്ട് ന്യൂക്ലിയർ അതിൻ്റെ മോളിക്യൂളിലൂടെ സിഗ്നൽസ് പാസ് ചെയ്യുന്നു, നോളജ് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഭാവി തലമുറ നമ്മളുടെ നോളജ് അതുകൂടി അവർക്ക് പാസ് ചെയ്തിട്ടാണ് അവർ ഡെവലപ്പായി വരുന്നത്. ഓക്കെ, so if some additional claims is made, like it is possible to float in the air unaided by a special effort of the will, what is so different about that? അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് മറ്റൊരു ക്ലെയിം കൂടി പറയുകയാണെങ്കിൽ, നമ്മൾ വായുവിലൂടെ ഒഴുകി നടക്കുകയാണെങ്കിൽ അൺഎയ്ഡഡ് ബൈ എ സ്പെഷ്യൽ എഫേർട്ട് ഓഫ് ദ വിൽ, നമ്മുടെ മനഃശക്തി മാത്രം ഉപയോഗിച്ച് നമ്മൾ വായുവിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് പോവുകയാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വായുവിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ചുള്ള സയൻസിൻ്റെ ചിന്തകൾ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് ഈ ഒറാക്കിൾ മോങ്കേഴ്സിന് പറയാനുണ്ടാവുക? വാട്ട് ഈസ് ഓഫ് ഡിഫറെൻ്റ് അബൌട്ട് ദാറ്റ്? അപ്പോൾ അതും ഇവർ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ശക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതും ആര് യൂസ് ചെയ്യുന്നുണ്ട്? ഒറാക്കിൾ മോങ്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ ഈ ഒരു സൈക്കോളജിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, മനഃശക്തി ഉപയോഗിച്ച് എന്ത് നേടാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കാലഘട്ടം എന്ത് ചെയ്യുന്നുണ്ട്, അത് ചീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, സോ നത്തിങ് എക്സ്പെർട്ട് ഫോർ ദ മാറ്റർ ഓഫ് പ്രൂഫ്. അപ്പോൾ കാൾ സഗൻ പറയുന്നു, ഒന്നിനും നിലനിൽക്കാൻ കഴിയില്ല, എന്തിനു മാത്രമല്ലാതെ, തെളിവിന് മാത്രമല്ലാതെ, അല്ലെങ്കിൽ സത്യത്തിന് മാത്രമല്ലാതെ ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. മെനി തിയറീസ് അബൌട്ട് ലെവിറ്റേഷൻ ഹാവ് ബീൻ മെയ്ഡ് അപ്പ്. നോബഡി has seen anybody rising 15 inch into the air under normal conditions. ഒരുപാട് തിയറികൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്, മനുഷ്യന് എയറിലൂടെ ഒഴുകി നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ ആളുകൾ ഇതുവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 15 അടി ഉയരത്തിൽ സ്വന്തം മനഃശക്തി ഉപയോഗിച്ച് പൊന്തി നിൽക്കുന്നത് ആരും കണ്ടിട്ടില്ല. ആളുകൾ കുറേ തിയറീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ ഇത് പ്രാക്ടിക്കലി ആരും കണ്ടിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? കാൾ സഗൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് യൂസ് ചെയ്യുന്നുണ്ട്, ആര് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ആര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒറാക്കിൾ മോങ്കേഴ്സ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് ലിമിറ്റേഷൻ വേർ പോസിബിൾ, ഇറ്റ്സ് സയൻറ്റിഫിക് ആൻഡ് ഹ്യൂമൻ ഇംപ്ലിക്കേഷൻ വുഡ് ബി ഇനോർമസ്. അപ്പോൾ ഇത് പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യം പോസിബിൾ ആണെങ്കിൽ മനുഷ്യനിങ്ങനെ ഉയർന്ന് പറന്ന് നടക്കാനൊക്കെ ഒരു യന്ത്രത്തിൻ്റെയും സഹായമില്ലാതെ മനഃശക്തി മാത്രം ഉപയോഗിച്ച് സാധ്യമാണെങ്കിൽ എന്തായിരിക്കും? മനുഷ്യൻ്റെ കഴിവുകൾ അസാധാരണമായിരിക്കും, മനുഷ്യൻ ചെന്നെത്തുന്ന മേഖലകൾ ഡിഫറെൻ്റ് ആയിരിക്കും, അസാധാരണമായിരിക്കും. ഫ്ലൈയിങ് ഫാസ്റ്റ് ആൻഡ് ലൂസ് വിത്ത് ദ ട്രൂത്ത് ഈസ് എ വെരി സീരിയസ് മാറ്റർ. ഇപ്പോൾ കാൾ സഗൻ പറയാണ്, നമ്മൾ ഈ സത്യം വെച്ച് കളിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വെരി സീരിയസ് മാറ്റർ, അത് ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടത് തന്നെയാണ് എന്നതാണ് കാൾ സഗൻ പറയുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. One of the most striking instances of extrasensory perception is the precognitive experience. പിന്നെ കാൾ സഗൻ പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സ്വപ്നം കാണുക എന്നിട്ട് അതുപോലെ സംഭവിക്കുക, അതിനെക്കുറിച്ചാണ് മറ്റൊരു പ്രധാനപ്പെട്ട സയൻസിൻ്റെ ഒരു കാര്യം. ആ കാര്യത്തെയും ആര് യൂസ് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഒറാക്കിൾ മോങ്കേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് വെൻ എ പേഴ്സൺ ഹാസ് എ ഫോർ നോളജ് ഓഫ് ആൻ ഇമിനൻറ്റ് ഡിസാസ്റ്റർ ലൈക്ക് ദ ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ. അപ്പോൾ ഈ പ്രികോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെയോ എന്തെങ്കിലും ഒരു ദുരന്തം വരാനിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ മരിക്കാനിരിക്കുന്നുണ്ട്, അത് മരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുക, അതുപോലെ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പ്രികോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വപ്നത്തിൽ അത് പ്രത്യക്ഷപ്പെടുക. Those who have had such experience report some kind of emotional intensity and a sense of contact with another realm of reality. അപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പലപ്പോഴും പറയുന്നത് ഭയങ്കര ഇമോഷണൽ ഇൻറ്റൻസിറ്റി അവരിൽ ഉണ്ടാവുന്നതാണ്. ഈ ഒരു സ്വപ്നം കാണുന്ന സമയത്തും അതിനുശേഷമുള്ള കുറച്ച് ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണലി, ഇപ്പോൾ സങ്കടമാവാം, ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഇൻറ്റൻസിറ്റി, ആഴത്തിലുള്ള ഇമോഷൻസ് അവരിൽ റൂട്ടഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവർ മറ്റൊരു യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് കുറച്ചു കാലം ജീവിക്കുന്നു. അതിനുശേഷം ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അവർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ അവർ സ്വപ്നം കാണുന്നു ആരെങ്കിലും മരിക്കുന്നത്, പക്ഷേ അവർ എന്നിട്ട് ആങ്സൈറ്റിയോടുകൂടി നിൽക്കുകയാണ്, ആരോടും പറയുന്നില്ല ഞാൻ സ്വപ്നം കണ്ടതാണ് അവർ മരിക്കുന്നത്. എന്നിട്ട് അവർ നോക്കുകയാണ് അവർ മരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. മരിക്കാതെ കാണുന്ന സമയത്ത് അവർ വീണ്ടും അവരുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്.
എൻ്റെ സ്വപ്നം ഒരു പാഴ് സ്വപ്നമാണ്, അതിന് വലിയ വാല്യൂ ഒന്നുമില്ല. സോ അവർ റിലാക്സ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്വപ്നം കണ്ട് അവർ ഒന്ന് റിലാക്സ് ആവുന്നത് എപ്പോഴാണ്? ആ ഒരു പോസിബിലിറ്റി അവസാനിക്കുമ്പോഴാണ്. ഓക്കെ, I had such an experience. Many years ago, I woke in the dirt of night in a cold sweat. ഒരു ദിവസം കാൾ സഗാൻ തനിക്കുണ്ടായ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഒരു ദിവസം രാത്രി അദ്ദേഹം വിയർത്തിട്ട് തണുത്തിട്ട് എണീറ്റു. അദ്ദേഹം പേടിച്ച് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് ചെയ്തിട്ടുള്ളത്. I had knowledge about the death of a close relative who died suddenly. കാൾ സഗാൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് പെട്ടെന്ന് മരിക്കുന്നതായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത്. ഐ വാസ് വറീഡ് ഈവൻ ടു മേക്ക് എ ഫോൺ കോൾ ടു വെരിഫൈ ദ ട്രൂത്ത് ഓഫ് ഇറ്റ്. അപ്പം അന്ന് രാത്രി അദ്ദേഹത്തിന് വിളിച്ചാൽ മതി, ആ സുഹൃത്തിന് വിളിച്ചാൽ മതി. പക്ഷേ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താണ് തൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ച് വിളിച്ചാൽ മതി. പക്ഷേ അന്ന് ഒരു ഫോൺ കോൾ ചെയ്യാൻ വരെ കാൾ സഗാന് ഭയമായിരുന്നു ആ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ. ഇൻഫാക്ട് ദ റിലേറ്റീവ് ഈസ് അലൈവ് ആൻഡ് വെൽ, മൈ ഫോർ നോളജ് പ്രൂവ്ഡ് റോങ്. പക്ഷെ എന്ത് സംഭവിച്ചു? ആ ഒരു റിലേറ്റീവ് ജീവിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ കാൾ സഗാൻ പറയാണ്, എൻ്റെ ഫോർ നോളജ്, ഞാൻ മുൻകൂട്ടി കണ്ട സ്വപ്നത്തിൽ കണ്ട കാര്യം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. അതുകൊണ്ട് കാൾ സഗാൻ റിലാക്സ്ഡ് ആയി. ഓക്കെ, സപ്പോസ് ദ റിലേറ്റീവ് ഹാഡ് ഡൈഡ് ദാറ്റ് നൈറ്റ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, കാൾ സഗാൻ പറയാണ്, എങ്ങാനും ആ ദിവസം ആ റിലേറ്റീവ് മരിച്ചു പോയിരുന്നെങ്കിലോ, ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് മീ ദാറ്റ് ഇറ്റ് വാസ് എ കോയിൻസിഡൻസ്. അതൊരു കോയിൻസിഡൻസ്, ഒരു ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ ഞാൻ ബുദ്ധിമുട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആകുമായിരുന്നു, എന്നത് കൺവിൻസ് ചെയ്യാൻ ആർക്കും പറ്റില്ലായിരുന്നു എന്ന് കാൾ സഗാൻ പറയാണ്. ഈച്ച് അമേരിക്കൻ ഹാസ് സച്ച് പ്രിമോണിറ്ററി എക്സ്പീരിയൻസസ് എ ഫ്യൂ ടൈംസ് ഇൻ ഹിസ് ലൈഫ് ടൈം. അപ്പോൾ കാൾ സഗാൻ പറയുകയാണ്, എല്ലാ അമേരിക്കക്കാർക്കും എന്തുണ്ടാവാം, ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അവരുടെ ലൈഫിലും ഇങ്ങനെയുള്ള പ്രീമോണിറ്ററി എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് കാൾ സഗാൻ പറയാണ്. ബട്ട് ഇറ്റ്സ് എ റെയർ ദാറ്റ് എ പേഴ്സൺ ഡ്രീംസ് ഓഫ് എ ഡിസാസ്റ്റർ ആൻഡ് ദെൻ ഇമീഡിയറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഈ സുബൈക്കൊക്കെ സ്വപ്നം കണ്ടാൽ ഫലിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഇതിലൂടെ കാൾ സഗാൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ബിലീഫ് സിസ്റ്റത്തേക്കാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ കാൾ സഗാൻ ഇവിടെ പറയുകയാണ്, ഒരാളൊരു സ്വപ്നം കണ്ടു, അതുപോലെ സംഭവിക്കുന്നു. പക്ഷെ അത് 100ൽ 99% സംഭവിക്കുന്നില്ല. വളരെ റയറായിട്ട് മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, വളരെ റയറായിട്ട് മാത്രമേ, വിരളമായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് ഇത് സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാൾ സഗാൻ പറയുന്നത്. ഓക്കെ, so I didn't write a letter of my experience of Institute of Parapsychology because it didn't materialize. അപ്പോൾ കാൾ സഗാൻ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഞാനൊന്നും എഴുതിയില്ല, പാരാസൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂഷന് അവർക്ക് റിപ്പോർട്ടൊന്നും കൊടുത്തില്ല. കാരണം എന്താ, അത് ഒരിക്കലും എനിക്ക് വാദിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇഫ് മൈ ഡ്രീംസ് ഹാഡ് കം ട്രൂ സച്ച് എ ലെറ്റർ വുഡ് ഹാവ് ബീൻ ടേക്കൺ ആസ് എവിഡൻസ് ഓഫ് എ പ്രീകോഗ്നിഷൻ. പിന്നെ കാൾ സഗാൻ പറയുന്നതാണ്, അന്നെങ്ങാനും സ്വപ്നം കണ്ട സ്വപ്നം എൻ്റെ ആ ഒരു റിലേറ്റീവ് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എഴുതുകയും ചെയ്യുമായിരുന്നു, അതൊരു ലെറ്ററായിട്ട് അല്ലെങ്കിൽ അതൊരു എവിഡൻസ് ആയിട്ടൊന്ന് ലോകത്ത് നിലനിൽക്കുമായിരുന്നു. ആ ഒരു പ്രീകോഗ്നിഷനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, പ്രീകോഗ്നിറ്റീവ് എക്സ്പീരിയൻസിനുള്ള ഒരു എവിഡൻസ് ആയിട്ട്, ഒരു തെളിവായിട്ട് എൻ്റെ എഴുത്ത് ഇന്ന് നിലനിൽക്കുമായിരുന്നു. പക്ഷേ ആ റിലേറ്റീവ് മരിച്ചില്ല, അതുകൊണ്ട് അത് റോങ് ആയതുകൊണ്ടും ഞാൻ എഴുതിയില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇന്ന് ലോകത്തില്ല, അങ്ങനെ ഒരു ലെറ്റർ ഇന്ന് ലോകത്തില്ല. ദ ഹെഡ്സ് ആർ റെക്കോർഡഡ് ബട്ട് ദ മിസ്സസ് ആർ നോട്ട്. ഇപ്പോൾ കാൾ സഗാൻ പറയുന്നു, നടന്ന സംഭവങ്ങളാണ് ആക്ച്വലി പോസിബിളായിട്ടുള്ള നടന്ന കാര്യങ്ങൾ മാത്രമാണ് ലോകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. മിസ്സസ് ആർ നോട്ട്, നടക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും ആരും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ദസ് ഹ്യൂമൻ നേച്ചർ പ്രൊഡ്യൂസസ് ബിയാസസ് റിപ്പോർട്ടിംഗ്. അങ്ങനെ മുൻവിധികളോട് കൂടിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, റിപ്പോർട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു കാര്യം എഴുതുന്നത്, ഒരു കാര്യം പബ്ലിഷ് ചെയ്യുന്നതെല്ലാം മുൻവിധികളോട് കൂടിയിട്ട് തന്നെയാണ്. പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് ആർ typical of claims made on a boundary or edge of science. അപ്പോൾ ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ്, നമ്മൾ സ്വപ്നം കാണുന്ന ഈ ഒരു കാര്യം, ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വാദങ്ങൾ, പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ചു വരും. ഞാൻ ഒരു സംഭവം നടക്കുന്നത് ഇത്ര സ്വപ്നം കണ്ടു. ഓക്കെ, അപ്പോൾ അതിനെല്ലാം ഈ ഒറാക്കിൾ മോങ്കേഴ്സ് പല രീതിയിലും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാൾ സഗാൻ മറ്റൊരു രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് കാണുന്ന ആളുകൾ പല വാദവുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് പലപ്പോഴും സയൻസിന് കൂട്ടുപിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒറാക്കിൾ മോങ്കേഴ്സ് ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് വരുമ്പോൾ
പറയുന്നത്, ചില ആളുകൾ വന്നിട്ട് പറയും ഈ സമൂഹം നമ്മുടെ അലക്സാണ്ടർ ഓഫ് അബോണിക്കറ്റിസിൻ്റെ കാര്യം തന്നെ അങ്ങനെയാണ്. അദ്ദേഹം ഒരു ദൈവം പ്രത്യക്ഷപ്പെടാൻ പോകുന്നുണ്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് തന്നെ. സോ അപ്പോൾ ആളുകൾ സയൻസിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ കൊണ്ടുവരുന്നത്. സംബഡി മേക്സ് an amazing, extraordinary, marvelous or awesome assertion. അപ്പോൾ ആരെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായിട്ടുള്ളതും മാർവലസും ഓസും ഒക്കെ ആയിട്ടുള്ള ഒരു അസേഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന, ഒരു വാദം ആരെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് സർവീസ് ദ സ്ക്രൂട്ടിനി ഓഫ് സം ലേ പീപ്പിൾ. അത് ചില ആളുകൾക്കിടയിൽ മാത്രമാണത് നിലനിൽക്കുന്നത്. സമൂഹത്തിൽ 2 തരം ആളുകളെക്കുറിച്ച് ഇവിടെ കാൾ സഗൻ പറയുന്നു. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 2 തരം ആളുകൾ. ഒന്ന് ഇങ്ങനെയുള്ള ഈ ഒറാക്കിൾ മോങ്കേഴ്സ് പടച്ചുവിടുന്ന അല്ലെങ്കിൽ ഈ ചീറ്റ് ചെയ്യുന്ന ആളുകൾ പടച്ചുവിടുന്ന നുണകളൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളും അത് വിശ്വസിക്കാണ്ട് ജീവിക്കുന്ന ആളുകളും. സം സെലിബ്രിറ്റീസ് ആൻഡ് സയൻറ്റിസ്റ്റ് മേ ആൾസോ സ്റ്റഡി ഇറ്റ്. അപ്പോൾ ഏതെങ്കിലും ആളുകൾ വലിയ വാദവുമായിട്ട് വരികയാണെങ്കിൽ ഞാനിങ്ങനെ സംഭവിക്കുന്നത് സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കാനുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാദവുമായിട്ട് വരികയാണെങ്കിൽ അത് വിശ്വസിക്കുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ്. സെലിബ്രിറ്റീസും അതുപോലെ സയൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും അതുപോലെ പ്രസിദ്ധരായിട്ടുള്ള മേഖലയിലുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. അവർ ഡയറക്റ്റ് വിശ്വസിക്കുന്നില്ല, അവരതിനെക്കുറിച്ച് പഠിക്കുന്നു. ദോസ് ഹു അക്സെപ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദ എക്സ്പ്ലനേഷൻ റെസിസ്റ്റ് ഓൾ അറ്റംപ്റ്റ്സ് ടു കൺവെൻഷണൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ ഇതിന് എക്സ്പ്ലനേഷൻസും ആര് കൊടുക്കുന്നുണ്ട്? ഈ പഠിച്ചിട്ട് സയൻറ്റിസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും നമുക്ക് ഒരു കേസിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പല ആളുകളും പല രീതിയിലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ അതെല്ലാം ഇതിനുള്ളൊരു എക്സാമ്പിളാണ്. ദ മോസ്റ്റ് കോമൺ എക്സ്പ്ലനേഷൻസ് ആർ ഓഫ് 2 sorts. അപ്പോൾ ആളുകൾക്കിടയിലും ഇങ്ങനെയുള്ള 2 എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ആളുകൾ പറയുന്നു അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വാദത്തെ പിന്തുണക്കുന്നു. മറ്റുള്ള കാറ്റഗറി ഓഫ് പീപ്പിൾ ഒരു ആളുടെ വാദത്തെ റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയല്ല, അവരുടെ എക്സ്പ്ലനേഷൻ വേറെയാണ്. അവർ പറയുന്നു അതങ്ങനെയല്ല, അത് സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിൽ ഈ ഇങ്ങനെയുള്ള സൂപ്പർസ്റ്റിഷ്യൻസ് ബിലീഫിനൊന്നും അതിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൂട്ടം ആളുകളും. ഓക്കെ, അപ്പോൾ ഈ 2 കൂട്ടം ആളുകളെയാണ് കാൾ സഗൻ ഇവിടെ പറയുന്നത്. വൺ ഈസ് കോൺഷ്യസ് ഫ്രോഡ് യൂഷ്വലി ബൈ ദോസ് വിത്ത് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ടീം ഏതാണ്? കോൺഷ്യസ് ഫ്രോഡാണ്. ഇത് സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ടും അവർ ആ നുണയെ പ്രചരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട്. ദോസ് ഹു അക്സെപ്റ്റ് ദ ഫിനോമിന ആർ ചീറ്റഡ്. എന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്താ സംഭവിക്കുന്നത്? ചീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ 2 കാറ്റഗറി, ഒരു വിധം ആളുകൾ അതിൽ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചീറ്റേഴ്സ് പടച്ചുവിടുന്ന നുണകൾ വിശ്വസിച്ചിട്ട് അവരതിൽ പോയി ചാടുന്നു, കെണിയിൽ ചാടി അവർ പറ്റിക്കപ്പെടുന്നു. മറ്റുള്ള ആളുകൾ അതിനെ ഓവർകം ചെയ്യുന്നു. ഓക്കെ, അവരതിനെക്കുറിച്ച് പഠിക്കുന്നു, അതിനെ ഓവർകം ചെയ്യുന്നു. ഈ ചീറ്റേഴ്സ് ആണെങ്കിലോ ഇതിന് ഫിനാൻഷ്യലായിട്ട് മുതലെടുക്കുകയും ചെയ്യുന്നു. ദ അതർ എക്സ്പ്ലനേഷൻസ് റിക്വയർസ് ഡീപ്പർ സ്റ്റഡി ഇൻ വിച്ച് ബിയോണ്ട് us ഹിയർ വി ചീറ്റ് ourselves. അപ്പോൾ മറ്റുള്ള ഇതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള വാദങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള അസേഷൻസിനെ കുറിച്ച് ആളുകൾ പറയുന്ന മറ്റുള്ള എക്സ്പ്ലനേഷൻസ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠനം ആവശ്യമാണ്. ഓക്കെ, പക്ഷേ ഇങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമുക്ക് ചിലപ്പം എത്തിപ്പിടിക്കാത്തതാവാം, നമുക്ക് എത്തിപ്പിടിക്കാനാവാത്തതാവാം, നമ്മുടെ അപ്പുറത്തുള്ളതാവാം, നമുക്ക് കഴിയാത്തതാവാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ വീണ്ടും ചീറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് കാൾ സഗൻ പറയുന്നത്. ഓക്കെ, പഠനം പൂർത്തിയാവാത്തതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും ചീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ആ ഒരു പഠനം പൂർത്തിയാവുന്ന സമയത്ത് മേ ബി എന്താവാം, അത് ട്രൂത്തായിട്ട് വരാം. ഐ മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദോസ് ഹൂ പെട്രിഡേറ്റ് ആൻഡ് പ്രൊമോട്ട് ബോട്ട്ലൈൻ ബിലീഫ് സിസ്റ്റം ആൻഡ് ദോസ് ഹൂ അക്സെപ്റ്റ് ദം. അപ്പോൾ കാൾ സഗൻ ഇവിടെ 2 ആളെയും തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നവരെയും, ഒന്ന് ഈ ഒരു ബോട്ട് സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ ഒരു നുണകളെ റിജക്റ്റ് ചെയ്യുന്നവരെയും. ഓക്കെ, so those who accept them are attracted by the novelty of the system and the feelings of insight and grandeur they give. അപ്പോൾ ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള നുണകൾ കേട്ടത് വിശ്വസിക്കുന്ന ആളുകൾ, അവർ അതിൽ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടം ആളുകൾ എന്തുകൊണ്ടത് വിശ്വസിക്കുന്നു? ദ നോവൽറ്റി ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റം, അതിൻ്റെ ഒരു നോവൽറ്റി, അതിൻ്റെ ഒരു പുതുമ അവർക്ക് ഇഷ്ടമാണ്. പുതുമ കണ്ടിട്ടാണ് അവരതിൽ ചെന്ന് ചാടുന്നത്. ആൻഡ് ദ ഫീലിങ്സ് ഓഫ് ഇൻസൈറ്റ് ആൻഡ് ഗ്രേൻഡ്യൂർ ദേ ഗീവ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒറാക്കിൾ മോങ്കേഴ്സ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഗ്രേൻഡിയർ അതിനൊരു ഭയങ്കര ഗാംഭീര്യമായിട്ടുള്ളൊരു ഫീലാണ് അതിനവർ കൊടുക്കുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ഉൾക്കാഴ്ചകളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരങ്ങനെ പടച്ചു വിടുന്നു. സോ അതിൻ്റെ ഒരു പുതുമയും അതിൻ്റെ ഒരു ഗാംഭീര്യവും അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ഇതിലെന്തോ കാര്യമുണ്ടെന്ന് കരുതിയിട്ടാണ് അതിൽ പോയി ചാടുന്നത്, അത് വിശ്വസിക്കുന്നത്, അങ്ങനെ അവർ പറ്റിക്കപ്പെടുന്നത്. ദീസ് ആർ ഇൻ ഫാക്ട് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സയൻറ്റിഫിക് ഗോൾസ്. അപ്പോൾ കാൾ സഗൻ പറയുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും സയൻറ്റിഫിക് ആയിട്ടുള്ള ഗോൾസും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യം നമ്മുടെ കണ്ണിൽ മുമ്പിൽ കാണുകയാണെങ്കിൽ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. ഓക്കെ, അതിനൊരു ശാസ്ത്രീയമായ സ്വഭാവമുണ്ട്. നമ്മൾ നമ്മുടെ കണ്ണുമുന്നിൽ കാണുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയാവാം എന്തിനും. ഇറ്റ് ഈസ് ഈസി ടു ഇമാജിൻ വിസിറ്റേഴ്സ് കമ്മിങ് ഫ്രം അതർ പ്ലാനറ്റ്സ് ഇൻ ഫ്ലൈയിങ് സ്പേസ് വെഹിക്കിൾസ് ഓർ എയർപ്ലെയിൻസ് ടു ടീച്ച് അസ് സിവിലൈസേഷൻ. ഇപ്പോൾ കാൾ സഗൻ പറയുന്നു, ഭയങ്കര രസകരമാണ് നമ്മൾ ഇമാജിൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്തിനെക്കുറിച്ച്, മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ ഭൂമി എന്ന ഗ്രഹത്തിലോട്ട് ആളുകൾ വരികയും നമ്മളെ സിവിലൈസേഷൻ, നാഗരികത എന്താണെന്ന്, നമ്മളെ കൾച്ചർ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പറക്കുന്തളിക പോലെയുള്ള കാര്യങ്ങളിൽ വാഹനങ്ങളിലൂടെയൊക്കെ അന്യഗ്രഹ ജീവികൾ നമ്മളിലോട്ട് വന്ന് നമ്മളവർ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സോ അതെല്ലാം ആലോചിക്കാൻ ഭയങ്കര രസമായിരിക്കാം. ഇറ്റ് ഈസ് എ സിമിലർ ടു ഫെമിലിയർ വെസ്റ്റേൺ റിലീജിയസ് സ്റ്റോറീസ്. പക്ഷേ ഇതെന്താണ്, വെസ്റ്റേൺ റിലീജിയസ് സ്റ്റോറീസ്, പാശ്ചാത്യ മതങ്ങളിൽ കാണുന്ന, ക്രിസ്ത്യാനിറ്റിയിലാവാം, ബൈബിളിലാവാം, ഏത് മതവിശ്വാസ സംഹിതകളിൽ കാണുന്ന ചില സ്റ്റോറീസ് ഉണ്ടാവും, കുറേ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റോറീസ്. അപ്പോൾ അതിലൊക്കെ കാണുന്ന ചില കാര്യങ്ങളുമായിട്ട് സാമ്യപ്പെടുത്തുന്നുണ്ട് കാൾ സഗൻ. വെസ്റ്റേൺ റിലീജിയസ് സ്റ്റോറീസ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന പല ബ്രിട്ടൻ, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന നിലനിൽക്കുന്ന മിത്തുകളുണ്ടാവും, അവരുടെ ദേവന്മാർ അല്ലെ അങ്ങനെയുള്ള ഗോഡസും ഗോഡുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തുകാർ സൃഷ്ടിച്ചിട്ടുള്ള പല ഫാൻറ്റസി വർക്കുകളും നോവലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനോട് സമാനമാണ് നമ്മളിത് ആലോചിക്കാൻ നിന്നാൽ എന്നാണ് കാൾ സഗൻ പറയുന്നത്. ദ സെർച്ച് ഫോർ മാർട്ടിയൻ microbes or interstellar radio message is more difficult to understand. അങ്ങനെ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറുന്ന ഇൻ്റർസ്റ്റെല്ലാർ റേഡിയോ മെസ്സേജസ്, അങ്ങനെ മാർഷ്യൻ മിക്രോബസ്, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ മനസ്സിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യന് ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ റീസൺസും കാൾ സഗൻ പറയുന്നുണ്ട്. അതിൻ്റെ റീസൺസ് ആയിട്ട് പറയുന്നത്, നമുക്കൊരുപാട് ഫെസിലിറ്റീസ് ഇന്ന് ഉണ്ടെങ്കിൽ പോലും പക്ഷെ എന്താണ്, നമ്മുടെ ഫെസിലിറ്റീസിന് ഒരു ഡ്രോബാക്സ് ഉണ്ട്. നമ്മുടെ ഫെസിലിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് ലോകത്തിൻ്റെ രഹസ്യങ്ങളിലോട്ട് ചൂഴ്ന്നിറങ്ങാൻ യോഗ്യതയുള്ളതല്ല. ഓക്കെ, ഐ തിങ്ക് മെനി ഓഫ് ദോസ് എക്സൈറ്റഡ് ബൈ ദ ഐഡിയ ഓഫ് ഏൻഷ്യൻറ്റ് ആസ്ട്രോണോട്സ് are motivated by sincere scientific and sometimes religious feelings. അപ്പോൾ കാൾ സഗൻ പറയാണ്, എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് കാൾ സഗൻ പറയാണ്, ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ, ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് തന്നെ എക്സൈറ്റഡ് ആയിട്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്താണ്, ദേ ആർ ബൈ സിൻസിയർ സയൻറ്റിഫിക് ആൻഡ് സംടൈംസ് റിലീജിയസ് ഫീലിങ്സ്. സിൻസിയർ ആയിട്ടുള്ള മതവിശ്വാസികളാവാം ഒന്നെങ്കിൽ പറ്റിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള സയൻസിൽ വിശ്വാസമുള്ള ആളുകളാവാം ഒന്നെങ്കിൽ പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ കാൾ സഗൻ പറയുകയാണ്, നമ്മളെപ്പോഴും നമ്മുടെ യുക്തി യൂസ് ചെയ്യണം. നമ്മൾ ഒരു സബ്ജക്റ്റ് അതങ്ങനെയാണെന്ന് കരുതി പറ്റത് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി യൂസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനെന്നാണ് കാൾ സഗൻ പറയുന്നത്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസ്. കാൾ സഗൻ തന്നെ പറയുന്നു, സയൻസ് മുന്നോട്ട് വെക്കുന്ന ക്വസ്റ്റ്യനുകളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ പോലും ഉണ്ടെന്ന് കാൾ സഗൻ തന്നെ പറയുന്നുണ്ട്. സ്കൂൾസ്, ദ പ്രസ് ആൻഡ് കൊമേഴ്ഷ്യൽ ടെലിവിഷൻസ് മേക്ക് unimaginative and ineffective efforts at science education and thus do a disservice to science, and scientists do not do much to popularize science. അപ്പോൾ കാൾ സഗൻ പറയുന്നു, സ്കൂളുകളിലും അതുപോലെ പ്രസ് എന്ന് പറഞ്ഞാൽ മാധ്യമ ഫീൽഡുകൾ, പത്രമാധ്യമങ്ങളും അതുപോലെ കൊമേഴ്ഷ്യൽ ടെലിവിഷൻ, ഈ ടെലിവിഷൻ ചാനലുകൾ, അതുപോലെ അവരെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടും, അവരെല്ലാം നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, സയൻസ് എഡ്യൂക്കേഷൻ ലോകത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സയൻസ് എഡ്യൂക്കേഷൻ കുട്ടികളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെല്ലാം എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അതിന് സയൻസിൻ്റെ അടുത്തുനിന്ന് വേണ്ടത്ര പരിഗണന അവർക്ക് കിട്ടുന്നില്ലെന്നാണ് കാൾ സഗൻ പറയുന്നത്. അപ്പോൾ കാൾ സഗൻ സയൻറ്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് റിക്വസ്റ്റ് ചെയ്യണം, അവരോട് ഒരു റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, വരും തലമുറയെ നിങ്ങൾ സയൻസ് പഠിപ്പിക്കണം, അവർക്ക് സയൻസിനെ നിങ്ങൾ പോപ്പുലറൈസ് ചെയ്യണമെന്നാണ് കാൾ സഗൻ പറയുന്നത്. ആളുകളിലോട്ട് എത്തിക്കണം, സാധാരണക്കാരിലോട്ട് വരെ സയൻസിനെ എത്തിച്ചിട്ട് ഇങ്ങനെയുള്ള ഈ ബിലീഫ് സിസ്റ്റത്തെ
തകർക്കണം, ഐ മീൻ അന്ധവിശ്വാസങ്ങളെ ഇല്ലാണ്ടാക്കണം, അന്ധവിശ്വാസമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കണമെന്നാണ് കാൾ സഗൻ പറയുന്നത്. ഫ്ലൈയിങ് സോഴ്സസ് ഓഫ് UFO ആർ വെൽ നോൺ ടു എവറി വൺ. പിന്നെ കാൾ സഗൻ പറയുന്നു UFO, ഓക്കെ, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പറക്കും തെളിക പോലത്തെ സാധനങ്ങൾ. സീയിങ് എ സ്ട്രേഞ്ച് ലൈറ്റ് ഇൻ ദ സ്കൈ ഡസൻറ്റ് മീൻ സംബഡി ഫ്രം അതർ പ്ലാനറ്റ്സ് ഈസ് കമ്മിങ് ടു വിസിറ്റ് അസ്. അപ്പോൾ നമ്മൾ ആകാശത്ത് ഒരു സ്ട്രേഞ്ച് അപരിചിതമായിട്ട് എന്തെങ്കിലും ലൈറ്റ് കാണുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ വിശ്വസിച്ച് പോയത് എന്ത്, മറ്റുള്ള ഗ്രഹത്തിൽ നിന്ന് ആരോ നമ്മുടെ ഭൂമിയിലോട്ട് പറക്കും തളികയായിട്ട് വരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കരുത്. പക്ഷേ പല ആളുകളും അത് വിശ്വസിക്കുന്നു, അത് പറഞ്ഞു പരത്തുകയും ചെയ്യുന്നു. ഇറ്റ് മേ ബി ആൻ ഓട്ടോമൊബൈൽ ഹെഡ്ലൈറ്റ് റിഫ്ലക്റ്റഡ് ഓഫ് എ ഹൈ ആറ്റിറ്റ്യൂഡ് ക്ലൗഡ് ഓർ എ സ്വാം ഓഫ് ലുമിനസ് ഇൻസെക്ട്സ് ഓർ ആൻ unusual aircraft of a normal aircraft with strange lightning patterns. അപ്പോൾ കാൾ സഗൻ പറയുന്നു അത് ചിലപ്പോൾ എന്താവാം, നിങ്ങൾ കാണുന്ന പടിക്ക് വിശ്വസിക്കരുത്, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെ നിരീക്ഷിക്കണം, ആഴത്തിൽ നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ കാൾ സഗൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന സമയത്ത് അത് ചിലപ്പോൾ എന്താവാം, അത് ഓട്ടോമൊബൈൽ ഹെഡ്ലൈറ്റ്, ഐ മീൻ എയറോപ്ലെയിനിൻ്റെ ഹെഡ്ലൈറ്റ് ഏതെങ്കിലും മേഘത്തിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാവാം, ഓക്കെ, അല്ലെങ്കിൽ എന്താവാം അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്ട്സ്, ഈ വലിയ കൂട്ടമായിട്ടുള്ള ഇൻസെക്ട്സുകളാവാം, വെളിച്ചമുള്ള ഇൻസെക്ട്സുകളാവാം, അല്ലെങ്കിലോ എയർക്രാഫ്റ്റ് ആവാം, ഏതെങ്കിലും അൺയൂഷ്വൽ നമ്മൾ കാണാത്ത, നമ്മളുടെ കണ്ണിൽ പരിചയമില്ലാത്ത എയറോപ്ലെയിൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളാവാം. അതുമല്ലെങ്കിൽ ഒരു നോർമൽ എയർക്രാഫ്റ്റ് വിത്ത് സ്ട്രേഞ്ച് ലൈറ്റിംഗ് പാറ്റേൺ, ഒരുപാട് ലൈറ്റ് ഘടിപ്പിച്ചിട്ടുള്ള, ഭയങ്കരമായിട്ട് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള എയറോപ്ലെയിനുകളുമാവാം. ഓക്കെ, ഇത് കാൾ സഗൻ പറയുന്നത് അമേരിക്കൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ചിന്ത പോവേണ്ടത്. അവരുടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ അവരുടെ സിസ്റ്റത്തെ കണക്ട് ചെയ്തിട്ടാണ് കാൾ സഗൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്ട്രേഞ്ച് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള എയറോപ്ലെയിൻസ് ആവാം. സോ ദർ ആർ ആൾസോ കേസസ് വെർ 1 or 2 people claim to have been taken abroad on an alien spaceship. പക്ഷേ എന്നാലും ഈ ഏലിയൻ സ്പേസ് ഷിപ്പ് ഇങ്ങനെ ഒറ്റപ്പെട്ട് കണ്ടിട്ടുള്ള സംഭവങ്ങൾ, ഐ മീൻ സ്പേസ് ഷിപ്പ്, ആകാശത്തൂടെ നടക്കുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്ലൈയിങ് ഒബ്ജക്ട്സ് കണ്ടവരുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരതിനെക്കുറിച്ച് വാദിക്കുന്നുമുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആര് പറയുന്നു, കാൾ സഗൻ പറയുന്നു. ദേ വർ പ്രോഡഡ് ആൻഡ് പ്രോബ്ഡ് വിത്ത് സ്ട്രേഞ്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് റിലീസ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയുന്നു ഞങ്ങളെ അവർ പിടിച്ചുകൊണ്ട് പോയി, ഞങ്ങളവർ ചോദ്യം ചെയ്തു, അതിനുശേഷം ഞങ്ങളെ അവർ വിട്ടയച്ചു. ഓക്കെ, അവർ പല നുണകളും അതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചു വിടുന്നുണ്ട്. ഓക്കെ, ദ ഓൺലി പ്രൂഫ് ഫോർ ദിസ് ഈസ് ദ പീപ്പിൾ ദംസെൽസ് ഹു സെഡ് ഇറ്റ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ആകെ തെളിവെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ മാത്രമാണ്. അവരെ പിടിച്ചുകൊണ്ടുപോയതായിട്ട് ആരും കണ്ടിട്ടില്ല, അവരെ ഇങ്ങോട്ട് കൊണ്ടുപോയി വിട്ടതായിട്ട് ആരും കണ്ടിട്ടില്ല. അവരെന്നെ പറയുകയാണ് ഞങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ടുപോയി, ഞങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി എന്നുള്ളതൊക്കെ. സോ ആകെയുള്ള തെളിവ് അവർ മാത്രമാണ്, പറയുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവത്തിന് ആകെയുള്ള തെളിവെന്നാണ് കാൾ സഗൻ പറയുന്നത്. ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ദർ ഹാസ് ബീൻ നോ ക്ലിയർ എവിഡൻസ് ഓഫ് എനി ഏലിയൻ ക്രാഫ്റ്റ്. കാൾ സഗൻ പറയുന്നു എൻ്റെ അറിവിൽ ഒരു തരത്തിലും ഇങ്ങനെയുള്ള ഒരു ഏലിയൻ ക്രാഫ്റ്റും പറക്കുന്തളിക പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള എവിഡൻസും തെളിവും ഭൂമിയിൽ നിലനിൽക്കുന്നില്ല, ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് കാൾ സഗൻ പറയുന്നു. ഓക്കെ, there is no anecdotal evidences or physical evidences for such alien aircraft. അപ്പോൾ ഒരു സംഭവ കഥയും അതുമായിട്ട് നിലനിൽക്കുന്നില്ല, ഐ മീൻ യഥാർത്ഥത്തിലുള്ളത് നിലനിൽക്കുന്നില്ല, എല്ലാം കെട്ടുകഥകളാണ്. അതുപോലെ ഫിസിക്കൽ എവിഡൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഭൂമിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ പോലും നമ്മുടെ ഭൂമിയിലില്ല, അതുപോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ലബോറട്ടറീസ് ആർ വെരി സൊഫിസ്റ്റിക്കേറ്റഡ്. ഇന്നത്തെ നമ്മുടെ ലബോറട്ടറികൾ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. ചെറിയൊരു ഒബ്ജക്റ്റ് കണ്ടാൽ അതെന്താണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റും ഈ പറക്കുന്തളിക പോലെയുള്ള വാഹനങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റും അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളും ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ആരും തിരിച്ചറിഞ്ഞിട്ടുമില്ല, ഒരു ലബോറട്ടറിയിലും അത് തിരിച്ചറിഞ്ഞിട്ടുമില്ല. എ പ്രൊഡക്റ്റ് ഓഫ് ഏലിയൻ മാനുഫാക്ചർ ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. കണ്ടോ, ഈ ഏലിയൻ മാനുഫാക്ചർ, അവരുടെ ഈ പറക്കുന്തളിക പോലെയുള്ള അല്ലെങ്കിൽ ഈ ഏലിയൻ അങ്ങനെയുള്ള വാഹനങ്ങളുടെ സ്പേസ് ഷിപ്പുകളുടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കണ്ടാൽ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള ലബോറട്ടറികൾ നമുക്ക് അവൈലബിൾ ആണ് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. സോ ഫാർ നോട്ട് ഈവൻ എ സിംഗിൾ ഫ്രാഗ്മെൻറ്റ് ഓഫ് സച്ച് UFO ഹാസ് ബീൻ ഫൗണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഷണം പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് കാൾ സഗാൻ പറയുന്നു. ഇൻ 1977 നാസ വാസ് ആസ്ക്ഡ് ടു മേക്ക് എ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് യുഎസ്ഒ റിപ്പോർട്ട്സ്. 1977 നാസ സയൻസോട് ശാസ്ത്രത്തിനോട് ചോദിക്കുകയുണ്ടായി എന്ത്, ഈ പറക്കുംതളികകളെക്കുറിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് അതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സയൻസിനോട് നാസ ആവശ്യപ്പെടുകയുണ്ടായി. ബട്ട് ദർ വാസ് നത്തിങ് കോൺക്രീറ്റ് ടു സ്റ്റഡി എക്സ്പെക്ട് സം സ്റ്റോറീസ്. പക്ഷേ എന്ത് വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക? ഒരു സാധനവും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവരുടെ മുമ്പിൽ ഇല്ല. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അതില്ല. ആകെയുള്ളത് എന്ത് മാത്രമാണ്? സ്റ്റോറീസ്, കെട്ടുകഥകൾ മാത്രമാണ്. Once I saw a bright hovering UFO. I pointed it out to some friends in the restaurant. അപ്പോൾ ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് കാൾ സഗാൻ ആകാശത്തൂടെ ഇങ്ങനെയുള്ളൊരു UFO പോലത്തെ എന്തോ സാധനമാണ്, പറക്കുംതളിക പോലത്തെ എന്തോ സാധനമാണെന്ന് പറഞ്ഞിട്ട് കാൾ സഗാൻ അതിനെ പരിചയപ്പെടുത്താണ്. ബ്രൈറ്റ് ഹോവറിങ് UFO, ഭയങ്കരമായിട്ടുള്ള കാൾ സഗാൻ ആകാശത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയൊരു ഒബ്ജക്റ്റിനെ കാണുകയാണ്. സൂൺ ദർ വാസ് ഹ്യൂജ് ക്രൗഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ് വിത്ത് ആസ്റ്റോണിഷ്മെൻറ്റ്. പെട്ടെന്ന് തന്നെ ഒരുപാട് ആളുകൾ അവിടെ കൂട്ടും കൂടി ആകാശത്തോട്ട് നോക്കി. എന്താണിത് സംഭവം? വല്ല പറക്കുംതളികയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഐ ലുക്ക്ഡ് അറ്റ് വിത്ത് എ പെയർ ഓഫ് ബൈനോക്കുലേഴ്സ് ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ സ്പെഷ്യൽ നാസ വെതർ എയർപ്ലെയിൻ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ബൈനോക്കുലർ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്, നാസയുടെ ഒരു സ്പെഷ്യൽ വെതർ എയർപ്ലെയിനാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിനെ നിരീക്ഷിക്കുന്ന, അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ എയർപ്ലെയിനാണ് ആകാശത്തൂടെ പറന്ന് നടക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഈ ഗ്രാമത്തിലൊക്കെയുള്ള ആളുകൾ വിശ്വസിക്കുന്ന എന്താ, ഇത് പറക്കുംതളിക അന്യഗ്രഹ ജീവികൾ കൊണ്ടുവരുന്ന സാധനമാണ്, അവരാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ കാൾ സഗാൻ പറഞ്ഞത് സയൻസിനെ പോപ്പുലറൈസ് ചെയ്യണമെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോപ്പുലറൈസ് ചെയ്യണമെന്ന്. പോപ്പുലറൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനിലോട്ട് പോലും അതെത്തിക്കണം. ഓക്കെ. ദ ക്രൗഡ് വാസ് ഡിസപ്പോയിൻറ്റഡ് അറ്റ് ദ എവാപ്പറേഷൻ ഓഫ് എ ഗുഡ് സ്റ്റോറി, സംതിങ് ഔട്ട് ഓഫ് ദ ഓർഡിനറി. അപ്പോൾ ആ ഒരു കൂടിയുന്ന ആളുകളെല്ലാം ഡിസപ്പോയിൻ്റ് ആയിട്ടുണ്ട്. കാരണം ഒരു പുതിയൊരു സ്റ്റോറി, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ത്രില്ലിംഗ് സ്റ്റോറി, ഒരു ത്രില്ലിംഗ് സംഭവം അവരുടെ ലൈഫിൽ അവർ കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്കതൊരു അസ്റ്റോണിഷ്മെൻ്റാണ്, അവർക്കത് അത്ഭുതമാണ്, അവർക്കതൊരു പുതുമയാണ്. പക്ഷേ എന്താണ്, അവർ ഡിസപ്പോയിൻ്റ് ആയി. അങ്ങനെ ഒരു സംഭവം അല്ല അത് ജസ്റ്റ് ഒരു നാസയുടെ വെതർ എയർപ്ലെയിൻ മാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഡിസപ്പോയിൻറ്റഡ് ആയി എന്നാണ് കാൾ സഗാൻ പറയുന്നത്. ഇൻ മെനി സച്ച് കേസസ് വി ആർ നോട്ട് അൺബയാസ്ഡ് ഒബ്സർവേഴ്സ്. അപ്പോൾ പല കേസുകളിലും നമ്മളെന്താണ്, മുൻവിധികളില്ലാത്ത നിരീക്ഷകരല്ല എന്നാണ് കാൾ സഗാൻ പറയുന്നത്. നമ്മൾക്ക് എന്താണ്, നല്ല മുൻവിധികളുണ്ട് മനുഷ്യർക്ക് എന്ന് കാൾ സഗാൻ പറയുന്നു. വി ഹാവ് ആൻ ഇമോഷണൽ സ്റ്റേക്ക് ഇൻ ദ ഔട്ട്കം ബിക്കോസ് ദ ബോട്ട് ലൈൻ ബിലീഫ് സിസ്റ്റം മേക്സ് ദ വേൾഡ് എ മോർ ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ബോട്ട് ലൈൻ ബിലീഫ് സിസ്റ്റം, സയൻസിൻ്റെ ഓരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പടച്ചുവിടുന്ന അല്ലെങ്കിൽ ആളുകൾ പറയുന്ന മറ്റുള്ളവർ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങൾ, അതിനാണ് ഇന്നത്തെ ലോകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. കൂടുതൽ അതിനാണ് ഇപ്പോൾ സ്ഥാനം കിട്ടുന്നതെന്നാണ് കാൾ സഗാൻ പറയുന്നത്. സച്ച് തിങ്സ് സ്ട്രൈക്ക് മോർ ഡീപ്ലി ഇൻ ടു ദ ഹ്യൂമൻ സൈക്ക്. അങ്ങനെ ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലോട്ട് അഗാധമായിട്ട് പിടിച്ചെടുക്കുന്നു, അഗാധമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലത് തട്ടി നിൽക്കുന്നു. ഇഫ് ആസ്ട്രൽ പ്രൊജക്ഷൻ ആക്ച്വലി occurs, I can leave my body and travel to the other places. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പഠനശാഖയുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി വിട്ട് നമ്മളുടെ ഒരു ആത്മായിട്ട് നമ്മളിങ്ങനെ ലോകം കറങ്ങി വന്നിട്ട് നമുക്ക് നമ്മളുടെ ബോഡിയിലോട്ട് തന്നെ തിരിച്ചു വരാം. സോ അങ്ങനെ ഒരു സിസ്റ്റം. സോ അത് പോസിബിൾ ആണെങ്കിൽ ഈ ലോകം ഇന്ന് പോകുന്നത് മറ്റൊരു രീതിയിലായിരിക്കുമെന്നാണ് കാൾ സഗാൻ പറയുന്നത്. ഇഫ് ദർ ഈസ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഇറ്റ് വിൽ മേക്ക് us മോർ പവർഫുൾ ദാൻ വി ആർ. അങ്ങനെ വല്ല എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇതിൻ്റെ 10 മടങ്ങ് ശക്തിയിലായിരിക്കും ഇന്ന് ജീവിക്കുക എന്നാണ് കാൾ സഗാൻ പറയുന്നത്. കാൾ സഗാൻ ഒരു രീതിയിലൂടെ പറയുന്നത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ്. ഓക്കെ. ഇഫ് ആസ്ട്രോളജി ഈസ് റൈറ്റ്, അവർ പേഴ്സണാലിറ്റീസ് ആൻഡ് ഡെസ്റ്റിനീസ് ആർ ടൈഡ് ടു ദ റെസ്റ്റ് ഓഫ് കോസ്മോസ്. പിന്നെ പറയണം ആസ്ട്രോളജി, ഈ വാനശാസ്ത്രങ്ങൾ അങ്ങനെയുള്ള ആസ്ട്രോളജിയൊക്കെ ശരിയാണെങ്കിൽ പിന്നെ കാൾ സഗാൻ പറയുന്നു നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റീസ്, നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ സ്വഭാവമൊക്കെ ഈ ഗ്രഹങ്ങളെ ആകർഷിച്ച് അല്ലെങ്കിൽ ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും എന്നാണ് കാൾ സഗാൻ പറയുന്നത്. ഈ ആസ്ട്രോളജിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ, അതുപോലെയാണ് കാര്യങ്ങൾ ലോകത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രത്യേക സ്വഭാവം നമുക്ക് ഓൾറെഡി ഉണ്ടാവും, നമുക്കത് മാറ്റാനും കഴിയില്ല, നമ്മളതിനു വേണ്ടി മാറ്റാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം ഓൾറെഡി എല്ലാം
ഈ ഒരു നക്ഷത്രങ്ങളുടെ ഇതിനൊക്കെ അനുസരിച്ച് മാച്ചായിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് ബിൽട്ടായിട്ടുള്ളത് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ എന്നാണ് കാൾ സഗൻ പറയുന്നത്. സോ അതിനെ റിജക്റ്റ് ചെയ്യാണ് ഒരു വിധത്തിൽ ചെയ്യുന്നത്. If elves, goblins and fairies exist to the world different from what most of us believe. പിന്നെ കാൾ സഗൻ പറയുന്നു, ഇവിടെ യക്ഷികളും പ്രേതങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളുടെ കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രം വാട്ട് നമ്മൾ വിശ്വസിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറമായിരിക്കും ഈ ലോകമെന്ന് ഉണ്ടാവുക എന്ന് കാൾ സഗൻ പറയുന്നു. ദർ ആർ എ വിക്ടോറിയൻ പിക്ചർ ബുക്ക് ഷോവിങ് ലേഡീസ് വിത്ത് സിൽക്ക് വിങ്സ് കൺവേഴ്സിങ് വിത്ത് മെൻ. അപ്പോൾ ഒരു വിക്ടോറിയൻ ബുക്കിൽ കണ്ടിട്ടുള്ള ഒരു പിക്ചറിനെയാണ് കാൾ സഗൻ ഇവിടെ പറയുന്നത്. വെള്ളി ചിറകുകളോട്, സിൽക്കിൻ്റെ ചിറകുകളോട് കൂടിയിട്ടുള്ള പുരുഷന്മാർ അന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുമായിട്ട് സല്ലപിച്ചിരിക്കുന്നതും അവരൊരു റൊമാൻറ്റിക് മൂഡിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ കണ്ടു എന്നാണ് കാൾ സഗൻ പറയുന്നത്. ഇഫ് യു ആർ ടു ബി വിസിറ്റഡ് ബൈ പീപ്പിൾ ഫ്രം എ ഡാൻസ് സ്റ്റോർ benign extraterrestrial civilizations, our situation is not as bad as we might think. ഇപ്പോൾ ഈ എക്സ്ട്രാ സിവിലൈസേഷൻ നമ്മളിന്ന് നിലനിന്ന് പോകുന്ന ഈ ഒരു സിവിലൈസേഷൻ അപ്പുറത്തോട്ട് ഇതിലൊരു ചേഞ്ച് സംഭവിച്ചാൽ, ഇതിലൊരു വലിയ മാറ്റം സംഭവിച്ചാൽ, അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ആ ഒരു പരിണിത ഫലം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറത്തായിരിക്കും. ഓക്കെ, ഐ മീൻ സയൻസിന് പോലും അതിനെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല, സയൻസിന് പോലും അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് കാൾ സഗൻ പറയുന്നത്. സോ പെർഹാപ്സ് they will save us from ourselves, but there is no basis to imagine such things. അതോടൊപ്പം തന്നെ കാൾ സഗൻ പറയുന്നുണ്ട്, they will save us from ourselves. നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്ക് കഴിയും. ഈ പറഞ്ഞല്ലോ വിക്ടോറിയൻ കാലഘട്ടത്തിലുള്ള ഒരു പിക്ചറാണ് പറയുന്നത്. ഐ മീൻ ആ കാലഘട്ടത്തിൽ ഒരുപാട് സൂപ്പർസ്റ്റിറ്റ്യൂഷൻസ് നിലനിന്നിരുന്നെന്നാണ് കാൾ സഗൻ പറയുന്നത്. കാരണം സയൻസ് അത്രത്തോളം ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് സയൻസ് ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഫ്രാൻസിസ് ബേക്കണും അവരൊക്കെ വന്നിട്ട് സയൻസിനെയൊക്കെ ഒരു രീതിയിലോട്ട് പടുത്തുയർത്തി കൊണ്ടുവരുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ പെർഹാപ്സ് they will save us from ourselves. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾക്കതീതമായിട്ടുള്ള ശക്തികൾ ഒരു പക്ഷേ എന്തായിരിക്കാം, നമ്മളെ പല അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചേക്കാം. ബട്ട് ദർ ഇസ് നോ ബേസിസ് ടു ഇമാജിൻ സച്ച് തിങ്സ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ ബേസിക്കായിട്ടുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് മുമ്പിലില്ല, ശാസ്ത്രത്തിന് മുമ്പിലില്ല എന്നാണ് കാൾ സഗൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എനിക്കറിയാം. നമ്മുടെ ഈ ഒരു പോർഷനും കുറച്ച് ലെങ്തിയാണ്. പക്ഷേ ഇതിൽ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ടില്ല. ഐ മീൻ ജസ്റ്റ് ഈ UFO, അതുപോലെ കാൾ സഗാൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആളുകൾ 2 കാറ്റഗറിയായിട്ട് തരംതിരിക്കുന്നു. അതുപോലെ ഈ അലക്സാണ്ടർ ഓഫ് എബോണിക്കറ്റസ് എന്നുള്ള വ്യക്തി, അതുപോലെ M. ലമാർക്കീൻ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ജസ്റ്റ് പോയിന്റുകൾ മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ നിന്ന് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് വരാറില്ല. പക്ഷേ ചാപ്റ്റർ ഭയങ്കരമായിട്ടുള്ള ലെങ്തിയാണ്. പക്ഷേ എക്സാമിന് വലിയ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന് വരാറില്ല. ഓക്കെ, anyway we can meet for another video lecture for another time. Okay, for now, bye.